അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർ ഫാത്തിമയും നാഫി ഉസ്താദും ഫാമിലിയും അറബി ഉമ്മയുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ആ ഒരു നിമിഷങ്ങൾ, അത് അറബി ഉമ്മക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും ക്ഷമിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ അവരെ അറബി ഉമ്മ യാത്രയക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ നൂർ ഫാത്തിമക്ക് അതൊട്ടും താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. ആ ഉമ്മയുടെ നെഞ്ചിൽ നിന്ന് അവളെ വേർപെടുത്തുവാൻ വേണ്ടി അല്പസമയം അവരെല്ലാവരും പരിശ്രമിച്ചു. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, എത്രമാത്രം ബുദ്ധിമുട്ടുള്ള പ്രതിസന്ധിയിലും തന്നെ നെഞ്ചോട് ചേർത്തത് തൻ്റെ അറബിയുമ്മയാണ്. തനിക്ക് ആശ്വാസമേകിയതും തനിക്ക് എല്ലാം ചെയ്തു തന്നതും അറബിയുമ്മയാണ്. അതൊരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒന്നാണ് നൂർ ഫാത്തിമക്ക്. അതുകൊണ്ട് തന്നെ തൻ്റെ പെറ്റുമ്മയോട് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് നൂർ ഫാത്തിമയ്ക്ക് അറബിയുമ്മയോടാണ് കൂടുതൽ സ്നേഹവും ബഹുമാനവും കൂടുതലായിട്ട് തോന്നുന്നത്. പക്ഷേ പെറ്റുമ്മ, അത് എത്ര തന്നെ പോറ്റുമ്മ വന്നാലും പെറ്റുമ്മയാവാൻ ആർക്കും കഴിയില്ലല്ലോ. അതാണ് അറബിയുമ്മ അവളോട് പറയുന്നത്. മോളെ നൂർ ഫാത്തിമ, നിനക്ക് വേണ്ടി ഞാനെല്ലാം ചെയ്തു തരാം. പക്ഷേ എനിക്ക് മോളുടെ പെറ്റുമ്മയാവാൻ ഒരിക്കലും കഴിയില്ലല്ലോ. എന്തായാലും മോളുടെ ആ മമ്മയുടെ ആ വയറിൻ്റെ ഒരു ഭാഗ്യം, നിന്നെപ്പോലുള്ള ഒരു മോളെ ആ വയറ്റിലാണല്ലോ മോള് വളർന്നത്. ജന്മം നൽകാൻ ഭാഗ്യം ലഭിച്ചത് ആ അമ്മക്കാണല്ലോ. എൻ്റെ മോള് ഒരിക്കലും അവരോട് പിണങ്ങി നിൽക്കരുത്. ഒരു പക്ഷേ നിന്നെ ഉപദ്രവിക്കുകയോ ചീത്ത പറയുകയോ ഒക്കെ ഉണ്ടാവാൻ ചാൻസുകളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മോൾ ചെയ്തത് അങ്ങനെയല്ലേ. അതുകൊണ്ട് സങ്കടം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും. എൻ്റെ മോള് ഒന്നും മറത്തു പറയരുത്. എല്ലാം കേൾക്കണം, ക്ഷമിക്കണം. എത്ര തന്നെ മോളെ ആക്ഷേപിച്ചാലും വിമർശിച്ചാലും മോൾ മൗനം പാലിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ. മക്കളെ പോയി വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറബിയുമ്മക്ക് എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ പോകാൻ കഴിയുന്നില്ലായിരുന്നു. അവരെല്ലാവരും കൂടി അത് നിർബന്ധിച്ചു. അറബിയുമ്മ, നിങ്ങൾ വരാഞ്ഞാൽ പിന്നെ എങ്ങനെ? അതുകൊണ്ട് തന്നെ വീട്ടിലെ ഹൗസ് ഡ്രൈവറെയും തലാലിനെയുമാണ് ഡ്രൈവർ സ്ഥാനത്തേക്ക് ഏൽപ്പിച്ചത്. അവരെല്ലാവരും അവസാനമായി അറബിയുമ്മയുടെ ആ ഒരു വീടൊന്ന് നോക്കി. ഞങ്ങൾക്കെല്ലാം വളരെയധികം സുഖകരമായ, വളരെയധികം അറിവുകൾ നൽകിയ, ഒരുപാട് സന്തോഷങ്ങൾ നൽകിയ അറബിയുമ്മയുടെ ആ വീട്, അത് അവർക്ക് വീണ്ടും വീണ്ടും നോക്കുവാൻ വേണ്ടി തോന്നുകയാണ്. എല്ലാവരും അവിടെ നിന്ന് പടിയിറങ്ങി. മുർഷിദക്കും വളരെയധികം സങ്കടമുണ്ടായിരുന്നു. അത് മറ്റൊന്നുകൊണ്ടുമല്ല, തൻ്റെ കളിക്കൂട്ടുകാരനായ തലാലിനെ വിട്ട് ഞാൻ പോവുകയാണ്. ആ സങ്കടം മുർഷിദക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. അവരതാ ജിദ്ദ എയർപോർട്ടിൽ എത്തുകയാണ്. അറബിയുമ്മയുടെ കണ്ണുകളാകെ ചുവന്നിട്ടുണ്ട്. അതെ, സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട മോള് പോവുകയാണ്. ഉമ്മ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മോളെ പോയിട്ട് വരും. ഉമ്മയുടെ ഇടനെഞ്ചിൽ എൻ്റെ നൂർ ഫാത്തിമ എന്നും ഉണ്ടാകും ഇൻഷാ അല്ലാ. എല്ലാവരും അറബിയുമ്മയോടും തലാലിനോടും സലാം പറഞ്ഞുകൊണ്ട് അതാ അവർ എയർപോർട്ടിനകത്തേക്ക് പോവുകയാണ്. ആ ഒരു രംഗം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അറബിയുമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി. തലാൽ വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇനി എനിക്കാരാണ്? ആരുമില്ല. സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചു പോകും എന്നതോർത്ത് മുർഷിദ അവസാനമായി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് അവൾ പോയത്. ഉമ്മ കണ്ണീരോടെ പുഞ്ചിരിച്ചു. തലാലും, മോനെ നമുക്ക് പോയാലോ? ഇനി അവരെ കാണാൻ പറ്റില്ലല്ലോ. സത്യം പറഞ്ഞാൽ തലാല് വിതുമ്പിക്കരയുകയായിരുന്നു. മകൻ്റെ ആ ഒരു സങ്കടം കണ്ട് ഉമ്മക്ക് നിയന്ത്രണം വിട്ടുപോയി. സത്യം പറഞ്ഞാൽ തലാലും ഉമ്മയും ഒറ്റപ്പെട്ട ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ആ എയർപോർട്ടിൽ ആ ഉമ്മയും മകനും ഒരു നിമിഷം അതാ അവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അറബിയുമ്മ ധൈര്യം വീണ്ടെടുത്തു. ഹേയ് തലാൽ, കരയരുത്. നമ്മൾ കരയാനുള്ളവരല്ല. അവർ നമ്മുടെ അടുക്കൽ ഒരുപാട് ദിവസം താമസിച്ചു, ശരിയാണ്.
ആ സമയമായപ്പോൾ അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഒരിക്കലും നമ്മുടേത് സ്വന്തമായി ഒന്നും ഉണ്ടാവില്ല മോനെ. മോൻ്റെ ഉപ്പ വരെ നഷ്ടപ്പെട്ടില്ലേ മോനെ. ഈ ദുനിയാവ് ശാശ്വതമല്ല ഒരിക്കലും. അതെല്ലാം നശിക്കാനുള്ളതല്ലേ. അപ്പോൾ ഈ ദുനിയാവിൽ കാണുന്ന എന്തും അത് നശിച്ചു പോകും. അതുകൊണ്ട് ദുനിയാവിലുള്ളത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. ഉമ്മ, ഞാൻ സങ്കടപ്പെടുകയല്ല. പക്ഷേ മോനെ, ഹേയ് സാരില്ല എൻ്റെ മോനെ. ഞാൻ സങ്കടപ്പെട്ടാൽ നീ സങ്കടപ്പെടും. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ മോൻക്ക് വിഷമം വരാൻ പാടില്ല. നമ്മളിവിടെ നിൽക്കണ്ട. ഡ്രൈവറെ അപ്പോഴന്നെ ഏതായാലും പറഞ്ഞയച്ച് നന്നായി. അല്ലെങ്കിൽ ഉമ്മ, അവൻ പോയിട്ടുണ്ട്. മോനെ, നമുക്ക് പുറത്തെങ്ങോട്ടെങ്കിലും പോയാലോ? ഇപ്പോൾ തന്നെ ആ വീട്ടിലേക്ക് കയറി ചെല്ലണോ? എനിക്ക് തോന്നുന്നില്ലടാ. ഉമ്മ, നമുക്ക് പുറത്തെവിടെങ്കിലും ഒന്ന് പോകാം. ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകണ്ട. ഒരിക്കലും താങ്ങാൻ കഴിയില്ല. അവരുപയോഗിച്ച വസ്തുക്കളും വസ്ത്രങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കൂല. ഉമ്മ, നമുക്ക് അങ്ങോട്ടെങ്കിലും പോകാം. മോനെ, ശരി, എന്നാൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ അറബിയുമ്മയും തലാലുമതാ എങ്ങോട്ടോ ലക്ഷ്യമാക്കി പോകുന്നു. ഉമ്മ, എങ്ങോട്ടാണ് പോകുന്നത് ഉമ്മാക്കറിയോ? മോനെ, ഇല്ല. നമുക്ക് എങ്ങോട്ട് പോവാനാടാ? ഉമ്മാക്ക് കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അവരുടെ വീട്ടിലേക്കൊന്ന് പോയാലോ? അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടുമല്ലോ. മോനെ, എങ്ങോട്ടാണ് പോവുക? അതിനൊക്കെ ഒരു ദിവസമൊക്കെ പിടിക്കൂലേ? അല്ലാതെ വേറെ എങ്കിലും ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് നമുക്കല്പം അവിടെ എങ്ങാനും പോയിരിക്കാം. തലാൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്, എങ്ങോട്ടെന്നില്ലാതെ, ലക്ഷ്യമില്ലാതെ. സത്യം പറഞ്ഞാൽ അവർക്ക് അറബി വീട്ടിലേക്ക് കയറുവാനുള്ള ആ ഒരു ആഗ്രഹം തീരെയില്ലായിരുന്നു. അവിടെ എത്തിയാൽ അവരെയെല്ലാം ഓർമ്മ വരും. അവരുടെ ശബ്ദമെല്ലാം കേൾക്കും. സത്യം പറഞ്ഞാൽ അറബി ഉമ്മക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ വലിയ വിഷമമായിരുന്നു. അറബി ഉമ്മ പറഞ്ഞു, മോനെ, നമുക്ക് ചെറിയ അമ്മാവൻ്റെ വീട്ടിലേക്കൊന്ന് പോയാലോ? അവിടെ ആകുമ്പോൾ അത്ര ദൂരമില്ലല്ലോ. ഉമ്മ, അങ്ങോട്ട് പോകണോ? മോനെ, വണ്ടി അങ്ങോട്ട് തിരിക്ക്. അല്ലാതെ ഹൃദയം പൊട്ടി എന്തെങ്കിലും ആയിപ്പോവും. ക്ഷമിക്കണം. നമ്മൾ എത്ര വിഷമം വന്നാലും ക്ഷമിക്കണം. എൻ്റെ മോൻ്റെ ഉപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലവട്ടം വിചാരിക്കും. ഉമ്മ, എൻ്റെ ഉമ്മാക്ക് ഞാനില്ലേ, പിന്നെന്താ? ശരിയാണടാ മോനെ. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമാണ് ഈ ദുനിയാവിലുള്ളത്. അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകണോ ഉമ്മ? അല്ലെങ്കിൽ വേണ്ടല്ലേ. നമ്മളിന്ന് ചെല്ലുമ്പോൾ ഒരു പക്ഷേ എല്ലാവരും ചോദിച്ചറിയും. എന്നിട്ട് പറയും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളതിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതും കേൾക്കേണ്ടി വരും. പിന്നെ വിശ്വസിക്കാനും വയ്യ. ആ മനാഫ് അവൻ്റെ ഫ്രണ്ടുമാണ്. അതുകൊണ്ടൊരു പക്ഷേ ഇനി അവരവിടെ ഉണ്ടാവുമോ അതോ അവൻ അവൻ്റെ അടുത്തേക്ക് പോയിക്കണോ ഒന്നും അറിയില്ല. അവർക്ക് ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടേ. ഉമ്മ, അന്ന് എന്തായിരുന്നു ഉമ്മാക്കൊരു ടെൻഷന്? അന്ന് ഇഫ്താറിന് പോയപ്പോൾ ഉമ്മ അതെന്നോട് പറഞ്ഞില്ലല്ലോ. മോനെ, അതൊന്നും അല്ലടാ. എനിക്കൊരു ഭയം, എനിക്കാകെ ഒരു പേടി. എനിക്ക് നമ്മുടെ നൂർ ഫാത്തിമയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഒരു തോന്നൽ. എനിക്കിങ്ങനെ എന്തൊക്കെയോ സ്വപ്നം കാണും ഞാൻ. അതുകൊണ്ടാണ് മോനെ ഞാനൊന്നാകെ ഭയപ്പെട്ടത്. പിന്നെ എന്തായാലും ഇവിടെ എത്തിയപ്പോൾ റാഹത്തായി. അതുവരെ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിരിക്കുകയായിരുന്നു, പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റരുതേ എന്ന്. ഉമ്മ, അവരിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാവില്ലേ? മോനെ, കയറിയിട്ടുണ്ടാകും. ഇൻഷാ അള്ളാഹ് യാതൊരു ബുദ്ധിമുട്ടും കുഴപ്പമില്ലാതെ അവിടെ എത്തിക്കിട്ടട്ടെ. ഇന്ന് അവരുടെ നാട്ടിൽ വലിയ ആഘോഷമായിരിക്കും. അതെ, അവരുടെ എയർപോർട്ടിൽ ഒരുപാട് ആളുകൾ അവരെ സ്വീകരിക്കാൻ വരും. അവരുടെ ഒരുപാട് ഫാമിലിയൊക്കെ ഉള്ള ആളുകളല്ലേ, അവരൊക്കെ സ്വീകരിക്കുവാൻ വേണ്ടി വരും. എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. നിക്കാഹ് വൈകിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും. പിന്നെ എല്ലാം അങ്ങോട്ട് സെറ്റായി ഒത്തു വന്നപ്പോഴേക്കും അത്രയൊക്കെ ടൈമായി. കാരണം വലിയനെയൊക്കെ കണ്ടുപിടിക്കൽ നമ്മളെ ഡ്യൂട്ടിയല്ലേ. ഉമ്മ, എന്താണ് സത്യത്തിൽ? ശരിക്കും എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒന്നും.
സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ നാഫിയോൻ്റെ കൂടെ അത് നൂർ ഫാത്തിമ മോനെ അത് മോൻക്ക് അറിയണല്ലേ അവൾ ആദ്യം ഒരു ക്രിസ്ത്യാനി പെണ്ണായിരുന്നു പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് വന്നു അതൊക്കെ അപ്രതീക്ഷിതമായിരുന്നു നാഫി ഉസ്താദിനെ ആദ്യം അവൾ കണ്ടിട്ടുണ്ടത്രേ അതുപോലെ തിരിച്ചും പക്ഷേ ഒരിക്കലും അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും നടക്കുമെന്നൊന്നും വിചാരിച്ചതല്ല പിന്നെ നൂർ ഫാത്തിമ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവൾ അള്ളാഹുവിനോട് അടുത്തു അള്ളാഹുവിനോട് അടുത്താൽ നമ്മൾ വിചാരിച്ചതൊക്കെ അള്ളാഹു തരും എന്നാണല്ലോ അങ്ങനെ എന്തായാലും അവരുടെ ആഗ്രഹമൊക്കെ പൂവണിഞ്ഞു അൽഹംദുലില്ലാ ഇനി അവർക്ക് റാഹത്തോടു കൂടി ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ ആമീൻ ഇനി എൻ്റെ മോൻക്കും വേണം ഒരു പെണ്ണ് ഉമ്മ എനിക്കിനി ഇപ്പോൾ വേണ്ട അതെന്താടാ എൻ്റെ ഉമ്മ ഒറ്റപ്പെടൂലേ ഞാൻ കല്യാണം കഴിച്ചാൽ അല്ല മോനെ എന്നാലല്ലേ നമ്മുടെ ഫാമിലി നമുക്കൊന്ന് വലുതാക്കാൻ പറ്റുള്ളൂ അതെങ്ങനെ ഉമ്മ നീ കല്യാണം കഴിച്ച് അതിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾ അത് നമ്മുടെ ഫാമിലി വളർത്തുമല്ലോ നമ്മുടെ ഫാമിലി അറ്റുപോകാൻ പാടില്ല ഉമ്മ ഇൻഷാ അല്ലാ അതിനൊക്കെ ടൈം ആവട്ടെ എന്താടാ അതിനെക്കുറിച്ച് നീ ഒന്നിപ്പോൾ ഞാൻ പറയുമ്പോൾ മറ്റേത് കുറച്ചൊക്കെ ആവേശം ഉണ്ടായിരുന്നല്ലോ എന്ത് പറ്റിയിപ്പോൾ ആരെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടോ തലാലൊന്നും മിണ്ടിയില്ല എന്താടാ ഒന്നും നീ മിണ്ടാത്തത് ഹേയ് ഇല്ലുമ്മ മോൻക്ക് എന്തുണ്ടെങ്കിലും ഉമ്മാനോട് പറഞ്ഞോളൂ കേട്ടോ മോൻക്ക് എന്തും പറയാം മനസ്സിൽ എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് ഈ ഉമ്മ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിനക്ക് പറയാനുള്ളത് എന്നോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിന്നോടും അതുകൊണ്ട് തന്നെ എൻ്റെ മോനൊന്നും മറച്ചു വെക്കരുത് എന്തെങ്കിലും മനസ്സിൽ ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പറയണം ഉമ്മ ഇഷ്ടമൊന്നുമില്ല വെറുതെ ഒന്ന് പറഞ്ഞതാണ് എന്നാലും ഇടാം എന്താണ് പറയാം ഉമ്മാക്ക് അത് കേൾക്കുവാൻ ഒരുപാട് ആകാംക്ഷയായി ഉമ്മ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ അവരൊക്കെ നാട്ടിൽ പോയില്ലേ നാട്ടിൽ പോയോ അത് ആരെയാണ് മോൻ ഉദ്ദേശിക്കുന്നത് അതുമ്മ മറ്റാരുമല്ല നാദ്രയാണോ മോനെ എന്തുമ്മ നിങ്ങളീ പറയണത് അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കണ്ടിട്ടുമില്ല അവളേതായാലും മക്കയിലെത്തി എല്ലാവരും എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തട്ടെ അവരുടെ ജോലികളിലൊക്കെ ഏർപ്പെടട്ടെ അല്ലാതെ എല്ലാവരും നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ലല്ലോ ശരിയാണുമ്മ എല്ലാവർക്കും ഉണ്ടാവില്ലേ ഓരോ ഏർപ്പാടും കാര്യങ്ങളൊക്കെ അല്ല മോനെ എൻ്റെ മോൻ പറഞ്ഞില്ല കേട്ടോ മോൻ്റെ മനസ്സിലുള്ളത് ഉമ്മ ഞാനത് പിന്നെ പറയാം അത് സർപ്രൈസാണ് സർപ്രൈസോ എന്നോടിപ്പോൾ എന്ത് സർപ്രൈസാണ് എനിക്ക് ഉള്ളതൊക്കെ തുറന്ന് പറഞ്ഞ മോനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കണം ഇൻഷാ അല്ലാ ഉമ്മ അതൊന്നും ഇപ്പം ഞാൻ പറയണില്ല ഞാൻ ഒരു സമയമാകുമ്പോൾ ഞാനത് പറഞ്ഞോളാം ഇപ്പോൾ കുറച്ച് കാലം കൂടെ ഇങ്ങനെ ജീവിക്കാം പിന്നെ എനിക്ക് കുറച്ചുകൂടി പഠിച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ട് ഇൻഷാ അല്ലാ അതൊക്കെ കഴിഞ്ഞ് പുതിയൊരു ജോലിയും ഒക്കെ സെറ്റായിട്ട് മോനെ നിനക്ക് എന്തിനാടാ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ ആരാ ഓരോ കമ്പനികളും ഒക്കെ ഞാൻ ഓരോരുത്തരോരാണ് ഏൽപ്പിച്ചത് പിന്നെ അല്ലമ്മ എന്തൊക്കെ തന്നെ ഉണ്ടായാലും ഒരു പ്രൊഫഷണൽ ജോലി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നത് നല്ലൊരു കാര്യമല്ലേ ആ ഒരു പേരിൻ്റെ കൂടെ അതൊന്ന് ചേർക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് മോനെ എൻ്റെ മോൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ ചെയ്യേ എന്നാൽ മോൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ട് എൻ്റെ മോനെ എന്നോട് ഇഷ്ടം പറയാൻ കേട്ടോ ഇൻഷാ അല്ലാ അറബിയുമ്മയും തലാലും ഒരുപാട് ദൂരം സഞ്ചരിച്ചു എങ്ങോട്ടെന്നില്ലാതെ അവർ അവിടെ എവിടേക്ക് ചുറ്റിക്കറങ്ങി ഇനി മോനെ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു ഉമ്മ നിസ്കാരം കലാ ആകുന്നതിന് മുമ്പല്ലേ അത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ പള്ളി ഉണ്ടാവും അവിടെ കയറാം അതായിരിക്കും നല്ലത് ഇനി ഇന്നത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം വേണ്ട മോനെ വീട്ടിലെ വേലക്കാരികൾ അവരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ നമുക്കുള്ളതൊരു പക്ഷേ അവരുണ്ടാക്കിയിട്ടുണ്ടാവും ഉമ്മ അത് സാരല്ല വരൂ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം ഇന്നത്തെ ഫുഡ് പുറത്തുനിന്നാക്കാം എന്ന് അവിടെ നിന്ന് തന്നെയല്ലേ മോനെ നിനക്കിഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അറബി ഉമ്മയും തലാലും അതാ ഒരു ഹോട്ടലിൽ കയറുകയാണ് തലാൽ ഫുഡെല്ലാം ഓർഡർ ചെയ്തു ഉമ്മയോട് ചോദിച്ചു ഉമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തോളൂ മോനെ എനിക്ക് എന്താടാ ഒന്നും വേണ്ട ഉമ്മാക്കൊരു ജ്യൂസ് മതി വേറൊന്നും വേണ്ട ഉമ്മ ഫുഡ് എന്തെങ്കിലും കഴിക്കുമ്മ ഉമ്മ വിഷമിച്ചിരിക്കല്ലേ മോനെ നമുക്ക്
എങ്ങനെ കഴിക്കാൻ കഴിയുമടാ, എനിക്ക് കഴിയണില്ല. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് സാരില്ല ഉമ്മ, ഉമ്മ കഴിക്ക്. ഉമ്മയെ നിർബന്ധിച്ച് തലാൽ അതാ കൊടുക്കുന്നു. ഉമ്മ, നമുക്ക് ഒന്ന് ഉംറക്ക് പോയി വരാല്ലേ? എന്നാൽ മനസ്സിലുള്ള ഒരുപാട് വിഷമങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോയിക്കോളും. മോനെ, ഇൻഷാ അല്ലാ ആഗ്രഹമുണ്ട്, നമുക്ക് പോകണം. എന്നാ ഉമ്മ പെട്ടെന്ന് വൈകിപ്പിക്കണ്ട. ഉമ്മ മക്കയിൽ പോയി ഉംറ ചെയ്യണം, കഅബയൊന്ന് മുത്തി മണക്കണം, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷെരീഫിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. മോനെ, അത് മോനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതല്ലേ? ആണുമ്മ, ആദ്യം ഉംറക്ക് പോകണം. ഉംറ കഴിഞ്ഞ് വന്ന് ഇൻഷാ അല്ലാ. എൻ്റെ മോനക്ക് എന്തോ മനസ്സിൽ നല്ലൊരു വിഷമം കുടുങ്ങിയിട്ടുണ്ടല്ലോ. അതുമ്മ ഉമ്മാക്കുള്ളതല്ലേ. 2-2.5 മാസത്തോളമാണ് അവർ നമ്മളെ കൂടെ ജീവിച്ചത്. അവർ പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ വീട് ഒഴിഞ്ഞില്ലേ മോനെ? നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും അതിഥികളെ നീ വിളിച്ചു കൊണ്ടുവരണം കേട്ടോ. മദീനയിലൊക്കെ ഉണ്ടാവും ആരെങ്കിലൊക്കെ കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും. അവർക്ക് നമുക്ക് ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം ചെയ്തു കൊടുക്കാം. എൻ്റെ മോന് പോയി വിളിച്ചു കൊണ്ടുവരണം കേട്ടോ. അവരെയൊക്കെ നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? ഇപ്പോൾ ഉസ്താദും ഫാമിലിയും ഒക്കെ വന്നതിന് ശേഷമല്ലേ അതിനൊക്കെ ഒരു മാറ്റമുണ്ടായത്. എങ്കിലും ഉമ്മ വരാറൊക്കെ ഉണ്ട്, പക്ഷേ താമസിക്കാറില്ല എന്ന് മാത്രം. ഉമ്മ ഇനിയും ഉണ്ടാകും. ഒരുപാട് ആളുകളൊക്കെ ഉംറക്ക് വന്നവരും ബുദ്ധിമുട്ടുന്നവരും ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒരു സാന്ത്വനമായി, താങ്ങായി, തണലായി നമ്മൾ ഒരുങ്ങണം. അതുപോലെ അവർക്കുള്ള ക്യാഷും കാര്യങ്ങളും, എന്തെങ്കിലും കാര്യങ്ങളിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെയൊക്കെ സഹായിക്കണം. എന്നാൽ മാത്രമേ അള്ളാഹു നമ്മളിത് സ്വീകരിക്കുകയുള്ളൂ. എന്തൊക്കെ ചെയ്താലും ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കണ, പ്രയാസം അനുഭവിക്കണ ആരെങ്കിലുമൊക്കെ മോനെ ഉണ്ടെങ്കിൽ നീ അവരെ വിളിച്ചു കൊണ്ടുവരണം. അവർക്കുള്ളതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാട്ടോ ഉമ്മ. ഇൻഷാ അല്ലാ നമുക്കിനി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. അല്ലാതെ ഒരുപാട് ദുഃഖിച്ച് സങ്കടപ്പെട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. മോൻ നേരെ മദീനയുടെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് നമുക്ക് അവിടേക്ക് ആരെങ്കിലും വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ദുഃഖം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയെല്ലാം ചേർത്ത് പിടിക്കണം. അതുപോലെ കുറച്ചധികം ഈത്തപ്പഴമൊക്കെ വാങ്ങിയിട്ട് അവർക്കെല്ലാം വിതരണം ചെയ്യണം ഇൻഷാ അല്ലാ. മോനെ, നമുക്ക് മദീന പള്ളിയിലേക്ക് പോയാലോ? വണ്ടി തിരിക്ക്. ഉമ്മ, നമ്മൾ ഒരുപാട് ദൂരം ഇപ്പോൾ പിന്നിട്ടു. അത് സാരമില്ല മോനെ, ഹബീബിൻ്റെ ചാരത്തൊന്ന് പോകണം. എനിക്കൊന്ന് പൊട്ടിക്കരയണം അവിടെ ചെന്ന്. ഹബീബിനോട് സലാം ചെല്ലണം. അസ്സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം പറയണം. അത് ചൊല്ലിയാൽ മാത്രമേ എൻ്റെ മനസ്സിന് ഇനി എനിക്കൊരു ആശ്വാസം കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരു കനലായി നേറുകയാണ് എൻ്റെ നൂർ ഫാത്തിമ എൻ്റെ നെഞ്ചിൽ. ഉമ്മ, നിങ്ങളെപ്പോഴും നൂർ ഫാത്തിമയെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടോ? ഒരു ഭർത്താവിൻ്റെ തണലിലാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു ഭർത്താവ്, സ്വാലിഹായ ഭർത്താവ്, അദ്ദേഹത്തെ പോലുള്ള ആളൊക്കെ കിട്ടുന്നത് മഹാഭാഗ്യമാണ്. ഉമ്മ, നൂർ ഫാത്തിമ ഭാഗ്യവതിയാണ്. അവൾക്ക് അവനെ കിട്ടിയല്ലോ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സ്വാലിഹായ ഒരു പുരുഷൻ്റെ കൂടെയുള്ള ജീവിതം, അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. അത് അവർ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, ഒരിക്കലും പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല. അവർക്ക് അറിവുണ്ടായതുകൊണ്ട് തന്നെ ഭാര്യമാരെ ഒന്നും വേദനിപ്പിക്കില്ല. നല്ല രീതിയിലായിരിക്കും അവരുടെ ദാമ്പത്യ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോവുക. മോനെ, എല്ലാം ശരിയാണ്. അതെ, നൂർ ഫാത്തിമക്ക് നല്ലൊരു ഹൈറായ ഭർത്താവിന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ എൻ്റെ കുട്ടിക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ആമീൻ. ഉമ്മ, എന്നാൽ ഇനി നമുക്ക് മദീനയിലേക്ക് പോയാലോ? ആ ശരി മോനെ, എന്നാൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ഹബീബിൻ്റെ ചാരത്തൊന്ന് ചെല്ലണടാ. അവിടെ പോയി ഒന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയണം. തലാൽ മദീനയിലേക്ക് അതാ പുറപ്പെടുവാൻ ഒരുങ്ങുകയാണ്. ഉമ്മ, എന്താ മോനെ? അതല്ല, കുറച്ച് ഈത്തപ്പഴം അതൊക്കെ വാങ്ങണ്ടേ? അവിടെ വരുന്നവർക്കൊക്കെ കുറച്ച് നമ്മളെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ. ആ മോനെ, എന്നാൽ നീ ചെല്ല്, നേരെ ഏതെങ്കിലും ഷോപ്പിൻ്റെ അവിടെ പോയി നിർത്തൂ. അതുമ്മ കുറച്ചൊന്നും മതിയാവില്ല,
അവിടെ ഒരുപാട് ആളുകൾ വരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ കൊടുക്കാം, ഇവരവിടെ എത്തിച്ചോളും. ആ മോനെ എങ്ങനെയെന്ന് വെച്ചാൽ ചെല്ല്. പിന്നെ മോനെ കുറച്ച് അജുവ വാങ്ങിക്കോട്ടോ. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴിച്ചിട്ട മരമല്ലേ, അതിലുണ്ടായതാകുമ്പോൾ അതൊരു പ്രത്യേക ബർക്കത്ത് തന്നെയാവും. എൻ്റെ മോൻ അത് കുറച്ച് കൂടുതൽ വാങ്ങിക്കോ. ഓക്കെ ഉമ്മ. തലാൽ അതാ ഒരു ഷോപ്പിലേക്ക് കയറുന്നു. അവൻ അവിടെ പറഞ്ഞ് ഓർഡർ ചെയ്ത് അത് മദീനയിൽ എത്തിക്കുവാൻ വേണ്ടി പറയുന്നു. ഉമ്മയും ഷമ്മാസും നേരെ മദീനയിലേക്ക് മുത്ത് ഹബീബിൻ്റെ ചാരത്തേക്ക് അതാ അവർ പുറപ്പെടുകയാണ്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.